ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു അടിപൊളി ബോട്ടി ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഗായ്സ്, നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ബോട്ടി വാങ്ങിച്ചിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ലേശം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബോട്ടി അപ്പിക്കും വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളൊരു ചീൻചട്ടിയിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സബോള വഴറ്റുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കറി വെച്ച് ചീൻചട്ടിയായിട്ട് എടുത്തേക്കുന്ന ബീഫ് അച്ചാർ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ആ ചീൻചട്ടിയിൽ തന്നെയായിട്ട് ഇതും ശരിയാക്കുന്നത്. അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ സബോളയൊക്കെ നല്ലതുപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മളൊരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് 2 സ്പൂൺ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മസാലപ്പൊടികൾ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം, നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ബോട്ടി കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കുക. അപ്പം ലേശം ഗ്രേവി പോലെ ഉണ്ട്, അത് നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി എരി കൂടുതലുള്ളവർക്ക് ലേശം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾക്ക് അത്യാവശ്യം എരിവ് ഉണ്ടായിരുന്നു, അതാണ് നമ്മൾ പിന്നെ എക്സ്ട്രാ കുരുമുളകൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഒരു അടിപൊളി ബോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും ബൈ ബൈ.